ചൈനയിലും വിയറ്റ്നാമിലുമുണ്ടായ അതിതീവ്ര ചുഴലിക്കാറ്റായ വിഫയുടെ പ്രതിഫലനങ്ങൾ കേരളത്തിലും എത്തുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വലിയ ആശങ്കയോടെയാണ് നാം കേട്ടത്. സാധാരണഗതിയിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ രൂപം കൊള്ളുന്ന ഒരു ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കാറില്ല. എന്നാൽ വിഫയുടെ കാര്യത്തിൽ അതിന്റെ അവശിഷ്ടങ്ങൾ ബംഗാൾ ഉൾക്കടലിലെത്തി പുതിയൊരു കാലാവസ്ഥാ പ്രതിഭാസത്തിന് വഴിമരുന്നിടുമെന്ന പ്രവചനമാണ് ശ്രദ്ധേയമാകുന്നത്. ഈ പ്രതിഭാസങ്ങളെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന മഴയെക്കുറിച്ചും വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. ഈ പ്രതിഭാസത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന മഴയെക്കുറിച്ചും വിശദമായി നോക്കാം. ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നത് സാധാരണയായി ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ്. സമുദ്രോപരിതലത്തിലെ ചൂട്, അന്തരീക്ഷത്തിന്റെ ഈർപ്പം, താഴ്ന്ന മർദ്ദം എന്നിവ ചുഴലിക്കാറ്റുകളുടെ രൂപീകരണത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. വിഫ തെക്കൻ ചൈന കടലിൽ രൂപം കൊണ്ട ഒരു അതിതീവ്ര ചുഴലിക്കാറ്റായിരുന്നു. മണിക്കൂറിൽ 100 കണക്കിന് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുകയും കനത്ത മഴ പെയ്യുകയും ചെയ്ത വിഫ തീരദേശ രാജ്യങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി.